ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കുവാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് കുതിരക്കുളം എന്ന് നാട്ടുകാർ വിളിക്കുന്ന പുതൂർക്കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കുന്നത്തേരി ഉമിക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും അലക്കുവാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. എന്നാൽ കുളം ഇപ്പോൾ വശങ്ങൾ ഇടിഞ്ഞും മണ്ണും ചെളിയും നിറഞ്ഞും ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ ഭിത്തി കെട്ടി ഇറങ്ങുവാൻ റാമ്പും കൽപ്പടവുകളും നിർമ്മിച്ചത്. 15 വർഷം മുമ്പാണ് ഇവ തകർന്നു വീണും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചത്. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കുളം നവീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 20 കൊല്ലത്തോളായി ഈ കുതിരകുളം ഇങ്ങനെ കിടക്കണം. പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു, വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞു, ഒരാൾ ഇതുവരെക്കും ഇന്ന് തിരിഞ്ഞു നോക്കാനും പോലും വന്നിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പൊ ഒരു 2-3 ദിവസം മുന്നേ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ. എല്ലാ കുളങ്ങളും നേരാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കുതിരകുളം എന്തെങ്ങനെ കിടക്കുന്നത്? ഇവിടേക്ക് ഒരാളും പോലും വന്നിട്ടില്ല, നേരാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉമ്മിക്കുന്ന് കോളനിയിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ തിരുമ്മാനും കുളിക്കാനും വന്നിരുന്ന കുളമാണ് ഈ കുളം. ഒരാളും പോലും ശ്രദ്ധിക്കണില്ല. ഇവിടെ നിൽക്കണ ഇവര് ഒക്കെ തിരുമ്പാനും കുളിക്കാനും വരുന്ന ഈ കുളം, ആ കിടക്കണതിന്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക്. വോട്ടിന് വരുമ്പോ പറയും വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കുളം ശരിയാക്കിയായിരുന്നു. ഒരാൾ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. വോട്ട് കിട്ടണം, അത്ര മാത്രമേ വേണ്ട ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അല്ലാതെ സ്ഥലങ്ങൾ നേരിയേക്കുക, കുളം നേരിയേക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എന്തായാലും ഒന്ന് ഇതിനു വേണ്ടിയിട്ട് മുൻകിട്ട് ഇറങ്ങണ ആൾക്കാർ ഇത്രേ പറയാനുള്ളൂ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലിക്കുവാൻ ഈ കുളത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. നീന്തൽ മത്സരങ്ങളും ഈ കുളത്തിൽ നടന്നിരുന്നു. കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഒരു കുളമാണ്. ഞങ്ങളുടെ കുന്നത്തേരി എന്നുള്ള ദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന് നീന്താൻ പഠിക്കുക, അവർ നീന്തുക, കുട്ടികൾ നീന്തുക, സ്കൂളുകാർ ഏറ്റെടുത്തിട്ട് അവർ നീന്താൻ പഠിപ്പിക്കുക, അതിന് മത്സരങ്ങൾ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നൊരു കുളമാണ് ഈ കുതിരക്കുളം എന്നൊക്കെ പറയും. ആ കുളം ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗവൺമെന്റ് വരും, അവർ ഓരോ ഫണ്ട് പാസ്സാക്കും, ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. കുറച്ച് കാലം മുന്നേ ഇതുപോലെ ഒരു മണ്ണൊക്കെ എടുത്ത് കുറെ കല്ലൊക്കെ കയറ്റി മുകളിലേക്ക് ഇട്ടു. ആ കല്ലൊക്കെ അവിടെ കിടന്നു, അത് അതുപോലെ ഇട്ടു. ഇവരൊക്കെ വരികപ്പോഴായി മഴ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയും. ഈ വെള്ളം നിറയുന്ന സമയത്ത് കല്ല കയറ്റി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ അടുത്ത കൊല്ലം കഴിയും, അവിടെ നിന്ന് പിറ്റത്തെ കൊല്ലം കഴിയും. ഇങ്ങനെ കൊണ്ട് നടക്കുന്ന കുളമാണ്. ഈ നാട്ടിലെ ആൾക്കാരെക്കാളും കൂടുതൽ ഈ കുളം യൂസ് ചെയ്യുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. അവർക്ക് പഠിക്കാനും കുളിക്കാനും നീന്താനും തലകുത്തി മറിയാനും എല്ലാം സൗകര്യം ചെയ്തുകൊണ്ട് കുളമാണ്. ഈ കുളത്തിന്റെ അവസ്ഥ ഇപ്പൊ കണ്ടുണ്ടാവും. ഇത് നടന്നു, സംവാദം നടന്നു, ഐജും നമ്മുടെ പ്രസിഡന്റും തമ്മിൽ, വസന്തലാലും തമ്മിൽ. അപ്പോൾ ഒരുപാട് കുളം നന്നാക്കുന്നുണ്ട് എന്നൊക്കെ ആളെ ഏറ്റെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ കുളത്തിന്റെ മുകളിൽ തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കണം. ഈ കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്യാം, അലക്കാനും കുളിക്കാനും. കുന്നത്തേരി പാടശേഖരത്തിലെ നെൽകൃഷിക്കും പുതൂർക്കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയിരുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിലൊന്നായ പുതൂർക്കുളം നവീകരിച്ച് സംരക്ഷിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.